ചുറ്റോട് ചുറ്റും കാട്, അതിനകത്ത് ഒരു കൊച്ചു ചായക്കട. കൂവയിലയിലാണ് ചോറ് വിളമ്പുന്നത്. കുടിക്കാനാണെങ്കിൽ ചെറു ചൂടുള്ള കഞ്ഞിവെള്ളം. കേട്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ അതൊന്ന് കണ്ടിട്ട് വരാം. നാടും നാട്ടുംപുറവും കടന്ന് വന്നിങ്ങനെ ഒരു കാട്ടിലെത്തി. സമയം നട്ടുച്ചയാണ്. വല്ലാത്ത വിശപ്പ്. പക്ഷേ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കാട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കണമല്ലോ എന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ഒരു ചേട്ടൻ വന്ന് പറഞ്ഞിട്ട് കാട്ടിനകത്തൊരു കടയുണ്ട് പോലും. കാട്ടിലെ കട എന്ന് തന്നെയാണ് പേരും. ഇവിടുന്നൊരു 2-3 കിലോമീറ്റർ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പറഞ്ഞ കടയിലെത്തി, അഥവാ കട്ടിലക്കട. ഇവിടെ ചോറ് കിട്ടുന്നത് പ്ലേറ്റിലോ വാഴയിലയിലോ ഒന്നുമല്ല. ഇതാ ഈ കാണുന്ന ഇലയിലാണ്. ഇതെന്താ ഇലയാണെന്നറിയോ? കൂവയില. ഇങ്ങനെ 3 അടുപ്പിച്ച് അടുക്കി വയ്ക്കും. അതിൻ്റെ പുറത്തേക്ക് ചോറും കറികളൊക്കെ ഇടും. നല്ല ഫ്രൈ ഉണ്ട്, ചിക്കൻ തോരനുണ്ട്. ചേച്ചി ഒരു ഊണ്. കൂവയില ഇടുന്നതിനൊക്കെ പ്രത്യേക രീതിയുണ്ട്. ആദ്യം ക്രോസ് ഒരു ഇല ഇട്ടു, അതിൻ്റെ പുറത്ത് 1, 2, 3, 4 ടോട്ടൽ 5 ഇലയാണ് ഉള്ളത്. കപ്പ ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതായിരിക്കും അല്ലേ? തോരൻ, തീയൽ, ചമ്മന്തി. മതി കുറച്ച് പുളിശ്ശേരി. എല്ലാം അപ്പം എത്തി. അയല പൊരിച്ചത്, ചള്ളാസ്, അച്ചാർ, തീയൽ, തോരൻ, ഉണക്കമീൻ ചമ്മന്തി, കപ്പ. പിന്നെ ഇത് സ്പെഷ്യലാട്ടോ, കഞ്ഞിവെള്ളം. തുടങ്ങിയിട്ട് 6 വർഷമായി. ഞങ്ങൾ 7 പേരുണ്ട് ഇവിടെ ജോലിക്ക്. 5 മണിക്ക് വന്ന് തുടങ്ങിയ 12:30 ആകുമ്പോൾ ഊണ് കൊടുക്കും. ഇല ഇല്ലെങ്കിൽ ഇവിടെ കച്ചവടം ഇല്ല. ഈ ഇല കഴിച്ചാണ് ആളുകൾ വരുന്നത്. ഒരു ഊണ് മീനും കൂടെ കൊടുക്കണേ 120 രൂപ. ചിക്കൻ തോരന് ഊണും കൂടെ 170 രൂപയാണ് ഇവിടുത്തെ ഊണ്. മീൻകറി, മരിച്ചിനി എല്ലാം കൂടെ ചേർത്ത്. ഒന്നും പറയാമല്ലോ കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഗംഭീര ഫുഡ്, ഗ്യാരണ്ടി ഫുഡ്. എന്തായാലും ഒന്ന് വരണം. കാരണം അത് അവർക്കൊരു സഹായം കൂടിയാണ്. കാട്ടിനകത്ത് ഇവിടെ സെറ്റിൽമെൻറ്റിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു ഹോട്ടലാണല്ലോ. സ്വാഭാവികമായിട്ട് അവർക്കൊരു ഹെൽപ്പ് എന്ന് മാത്രമല്ല, കാട്ടിലൂടെ ഒരു യാത്ര, നല്ല ഭക്ഷണം, വയറ് നിറയ്ക്കാം, മനസ്സ് നിറയ്ക്കാം.